എടാ നൂബേ, നീയല്ലേ പറഞ്ഞേ നീ ഹാക്കറാണെന്ന്? അതെ ചേട്ടാ. എന്നാലും നീ എന്തിനാണ് ഇങ്ങനെ ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്നേ? ചേട്ടൻ അറിയാത്തോണ്ടാ. അതിന് പിന്നില് വലിയൊരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറിയോ? അതെന്ത് സ്റ്റോറിയാടാ? അതെ ചേട്ടാ, വലിയൊരു സ്റ്റോറിയാ. എന്തായാലും നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ആഹാ, അങ്ങനെയാണെങ്കി ഒന്ന് പറയടാ നീ പെട്ടെന്ന്. എടാ അളിയാ, നിന്റെ സെക്കൻഡ് ലൈറ്റ് കാണാൻ അടിപൊളിയാടാ. എടാ ഇനി എന്നാണ് ഈ ഗെയിമിലേക്ക് സെക്കൻഡ് ലൈറ്റ് റിട്ടേൺ വരുന്നേ? എനിക്കും കൂടി എടുക്കണോടാ. എടാ ഈ അടുത്തൊന്നും റിട്ടേൺ വരുമെന്ന് തോന്നുന്നില്ലടാ. ഓൾറെഡി റിട്ടേൺ വന്നതല്ലേ. ഇനി ഇപ്പോഴേ റിട്ടേൺ വരുമോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വരുവാണെങ്കിൽ നീ എടുക്കടാ, അടിപൊളിയാ. അതേടാ, എനിക്കും സെക്കൻഡ് ലൈറ്റ് ഇട്ട് കളിക്കണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്ത് ഞാൻ റിട്ടേൺ വരുമ്പോൾ അത് വാങ്ങോടാ. അതിപ്പോ എത്ര ഡയമണ്ട് ആണെങ്കിലും ശരി, ഞാൻ വാങ്ങിയിരിക്കും. എടാ അങ്ങനെയാണെങ്കിൽ നീ ഒരു മന്ത്ലി എടുക്ക്. അതാവുമ്പം അധികം ക്യാഷ് ആവില്ല. എടാ മന്തിൽ പോയിട്ട് 29ന്റെ എയർ ഡ്രോപ്പ് വന്നാൽ പോലും എനിക്ക് എടുക്കാൻ ക്യാഷ് ഇല്ലാതിരിക്കുക. അപ്പോഴാ മന്തില്. ആ, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് സെക്കൻഡ് ലൈറ്റ് വന്നാൽ പോലും പൈസ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു മന്ത്ലി ഒക്കെ എടുത്തു വെക്കാൻ. ആടാ ഞാൻ നോക്കട്ടെ, മന്തിലി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പൈസ ഒന്നും ഇല്ലാതിരിക്കുവാടാ, അതുകൊണ്ടല്ലേ. എടാ മന്തിലിയുടെ റേറ്റ് എത്രയാടാ? എടാ റേറ്റ് ഇപ്പൊ എത്രയാന്ന് എനിക്ക് അറിയില്ല. പണ്ട് 599 ആയിരുന്നു. പിന്നീട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ലടാ. അതുകൊണ്ട് അതിന്റെ റേറ്റ് എത്രയാന്ന് എനിക്ക് അറിയില്ല. ആടാ എന്തായാലും കുറച്ച് ക്യാഷ് സെറ്റാക്കിയിട്ടെ മന്ത്ലി അങ്ങ് എടുക്കാല്ലേ. ഒരു 2 മന്ത്ലി അങ്ങ് എടുക്കാം. അതാവുമ്പോൾ നല്ല ഡയമണ്ട് കിട്ടത്തില്ലേ? അത് വെച്ച് എന്തായാലും സെക്കൻഡ് ലൈറ്റ് റിട്ടേൺ വരുമ്പോൾ എടുക്കാലോ. എടാ സെക്കൻഡ് ലൈറ്റ് ഒക്കെ റിട്ടേൺ വരുവോടാ ഇനി? എനിക്കറിയില്ല കേട്ടോ. വരുവാണെങ്കിൽ എന്നേലും കാലത്ത് വരുവാണെങ്കിൽ എടുക്കാലോ. നീ എന്തായാലും ഡയമണ്ട് ഒക്കെ ശേഖരിച്ചു വെച്ചോ. അതേടാ, എപ്പോഴെങ്കിലും റിട്ടേൺ വരുമ്പോ മതിയടാ, അല്ലാതെ ധൃതിയൊന്നും ഇല്ല. എന്തായാലും റിട്ടേൺ വരുമ്പോ എടുക്കാലോ. എടാ ആരാടാ വിളിക്കുന്നേ? നിന്നെ വിളിക്കുന്നുണ്ടോ ആരേലും? എടാ എന്നെയും വിളിക്കുന്നുണ്ടല്ലോ. ഇത് ആരാടാ? എനിക്കറിയില്ല. എടാ എന്തായാലും അക്സെപ്റ്റ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അതേടാ. എടാ ഈ ഫ്രീ ഫയറല്ലേ ഇപ്പൊ ഫുള്ള് ബഗ്ഗാണല്ലോടാ. എടാ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഇവര് റിക്വസ്റ്റ് ഇടുന്നല്ലോ. ശരിയാടാ, ഇപ്പൊ ഫ്രീ ഫയർ ഫുള്ള് ബഗ്ഗാടാ. മൈക്ക് ഓൺ ആക്കിയാൽ മൈക്ക് ഓൺ ആവത്തില്ല. ടീം പ്രൈവറ്റ് ആക്കിയാൽ പ്രൈവറ്റ് ആവില്ല. ബ്ലോക്ക് ആക്കിയാൽ ബ്ലോക്ക് ആവില്ല. എന്തൊക്കെ ബഗ്ഗാണോ ഈ ഫ്രീ ഫയറിൽ. എടാ ഇവൻ ഏതാ ഈ നൂബ്? നീ എന്തിനാ ഇവനെയൊക്കെ വിളിച്ചേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആരെയും വിളിക്കണ്ടാന്ന്. എടാ ഇവൻ ഇത്രയും നേരം കിടന്ന് വിളിച്ചതല്ലേ, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തേ. ഹലോ ബ്രോ, ഞാൻ നൂബൊന്നും അല്ല കേട്ടോ. എന്നെ നൂബെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിന്നെ എന്ത് വിളിക്കണം? നീ ഒന്ന് പറഞ്ഞു തന്നേ. ഒരു പക്ഷെ എന്നെ നൂബെന്ന് വിളിക്കുന്നത് എനിക്ക് നല്ല അക്കൗണ്ട് ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? എനിക്ക് നല്ല അക്കൗണ്ട് ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ എന്നെ നൂബെന്ന് വിളിക്കുന്നേ? അതേടാ, അതുകൊണ്ട് തന്നെ നൂബെന്ന് വിളിക്കുന്നേ. എന്താടാ നൂബെന്ന് വിളിക്കാൻ പറ്റില്ലേ? എനിക്ക് നല്ല അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ ഈ അക്കൗണ്ടിലാ കളിക്കുന്നേ. അതിനെന്നെ നൂബെന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ നിനക്ക് നല്ല അക്കൗണ്ട് ഉണ്ടായിരുന്നെന്നോ? എന്നിട്ട് എന്താ നീ ഈ നൂബ് അക്കൗണ്ടിൽ കളിക്കുന്നേ? അത് പിന്നെ അതൊന്നും പറയാൻ എനിക്കിപ്പോ താല്പര്യമില്ല. പറയടാ, പിന്നെ എന്തിനാ ഈ നൂബ് അക്കൗണ്ടിൽ നീ കളിക്കുന്നേ? അത് പിന്നെ ഞാനിപ്പോ ഹാക്ക് യൂസ് ചെയ്താ കളിക്കുന്നേ. അതുകൊണ്ട് തന്നെ ഈ നൂബ് അക്കൗണ്ടിൽ കളിക്കുന്നേ. നല്ല അക്കൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാൽ ഈ ഗരീന നമ്മുടെ അക്കൗണ്ട് എല്ലാം ബാനാക്കി കളയും. അത് ശരി, നീ ഹാക്കർ ആയിരുന്നോ? എനിക്കിതറിയില്ലായിരുന്നു. എടാ എന്നാലും നീ എങ്ങനെയാടാ എന്റെ ഫ്രണ്ടായേ? അതെനിക്കും അറിയില്ല. ഞാൻ കുറെ പേർക്ക് റിക്വസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഇട്ട് കാണും. അതായിരിക്കും ഫ്രണ്ടായത്. ആ എന്തെങ്കിലും ആട്ടെ. എടാ നീ എന്തിനാ ഇങ്ങനെ ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്നേ? ഈ ഒരു ഗെയിം നശിപ്പിക്കാനാണോടാ? എന്തിനാടാ വെറുതെ ഇങ്ങനെ ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്നേ? നശിപ്പിക്കാനാണോന്ന് ചോദിച്ചാ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതൊക്കെ വലിയൊരു സ്റ്റോറിയാണ് ബ്രോ. അത് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴെങ്കിലും തീരത്തില്ല. ആഹാ അത് ശരി. എടാ എന്തിനാടാ വെറുതെ ഈ ഗെയിമിൽ ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്നേ? എടാ നീ പറഞ്ഞില്ലേ വലിയ സ്റ്റോറി ഉണ്ടെന്ന്. അതെന്തുവാ ഇത്ര വലിയ സ്റ്റോറി? നീ ഒന്ന് പറഞ്ഞു തന്നേ. ചുരുക്കി പറഞ്ഞാ മതിയടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ പണ്ട് മുതലേ ഫ്രീ ഫയർ കളിക്കുന്നതാ. അതായത് പ്രളയം വന്ന ടൈം അറിയുവോ? 2018. ആ ഒരു ടൈമിലെ ഞാൻ ഈ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യുന്നേ. അങ്ങനെ ഞാൻ കുറെ നാൾ ഈ ഫ്രീ ഫയർ കളിച്ച് ഈ ഫ്രീ ഫയറിൽ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. അഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആയിപ്പോയി. എന്റെ ജീവിതത്തിലെ പകുതി സമയം ഞാൻ ഈ ഒരു ഫ്രീ ഫയറിന് വേണ്ടി ചെലവാക്കി. അങ്ങനെ ഞാൻ ഈ ഒരു ഗെയിം നല്ല രീതിക്ക് ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് കളിക്കാനും തുടങ്ങി. പിന്നീട് അങ്ങോട്ട് എനിക്ക് അക്കൗണ്ട് ഒന്ന് സെറ്റ് ആക്കണം എന്നുള്ള ഒറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ.
ഞാൻ ഫുൾ ടൈം പിന്നെ ടോപ്പപ്പിലോട്ടങ്ങ് മാറി. എന്റെ പൈസയും വീട്ടുകാരുടെ പൈസയും അങ്ങനെ കുറെ പൈസ ഈ ഒരു ഗെയിമിന് വേണ്ടി ചെലവാക്കി. വരുന്ന ഇവന്റ്സ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ആ ഒരു അക്കൗണ്ട് ഞാൻ സെറ്റാക്കി എടുത്തു. പിന്നീട് ഞാൻ അങ്ങ് ഫുൾ ടൈം കളിയും ടോപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഒരു ദിവസം അങ്ങനെ രാവിലെ ഞാൻ ഗെയിം ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. എന്തുവാടാ, എന്തു പറ്റി? എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞുതരാം. ഒരു തരത്തിൽ ഹാക്ക് യൂസ് ചെയ്യാത്ത എന്റെ അക്കൗണ്ട് ഗരീന ഒരു കാരണമില്ലാതെ സസ്പെൻഡ് ആക്കി കളഞ്ഞു. അതും പെർമനന്റ് ആയിട്ട് സസ്പെൻഡ് ആക്കി കളഞ്ഞു. അതെന്ത് പരിപാടിയാടാ ഗരീനെ കാണിച്ചത്? അത് മോശമായി പോയി. ആ എന്ത് ചെയ്യാനാ, അത്രയും നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് അതുപോലെ തന്നെ നല്ല രീതിക്ക് ഡയമണ്ടും പൊട്ടിച്ച അക്കൗണ്ടാ സസ്പെൻഡ് ആക്കി കളഞ്ഞേ. എന്നാലും ഹാക്ക് യൂസ് ചെയ്തെങ്കിൽ പോട്ടെ, ഒരു തരത്തില് ഹാക്ക് യൂസ് ചെയ്യാത്ത അക്കൗണ്ട് അല്ലേ സസ്പെൻഡ് ആക്കി കളഞ്ഞേ. ഞാൻ പിന്നെ കുറെ ട്രൈ ചെയ്തു ആ ഒരു അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഗരീനയ്ക്ക് ഒഫീഷ്യലായിട്ട് മെയിലും ചെയ്തു. പക്ഷേ ഒരു തരത്തിലുള്ള റെസ്പോണ്ടും ഉണ്ടായിട്ടില്ല ഇതുവരെയും. ആ എന്ത് പറയാനാ, ഒരു തരത്തിലും ഹാക്ക് യൂസ് ചെയ്യാതെ എന്നെ ഹാക്കർ ആക്കിയില്ലേ, അതിന്റെ പ്രതികാരമാണ് കൂട്ടിക്കോ. ആ ഒരു കാരണം കൊണ്ടാ ഞാനിപ്പോ ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്നേ. എന്റെ ആ ഒരു അക്കൗണ്ട് എന്ന് തിരിച്ചു കിട്ടുന്നോ അന്ന് ഞാൻ ഈ ഹാക്ക് യൂസ് ചെയ്യുന്നത് നിർത്തും. ആടാ, അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളല്ലേ? എനിക്കിത് അറിയില്ലായിരുന്നടാ. സോറിയടാ, നിന്നെ നൂപെന്നൊക്കെ വിളിച്ച് കളിയാക്കി. ഏയ് അതൊന്നും കുഴപ്പമില്ല ബ്രോ, അതൊന്നും സീനുള്ള കാര്യമല്ല. എടാ, എന്തായാലും നിന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. എടാ, എന്നാലും നീ അത്രയും നാളും കളിച്ചുണ്ടാക്കിയ അക്കൗണ്ട് അല്ലേടാ പോയത്. അതുപോലെ തന്നെ കുറെ ഡയമണ്ട്സ് ഒക്കെ ടോപ്പപ്പ് ചെയ്തല്ലേ, ഓർക്കാൻ തന്നെ വയ്യടാ. എന്തായാലും തിരിച്ചു കിട്ടട്ടെ. ആ താങ്ക് യു ബ്രോ.